പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിന്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വമൊക്കെ പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ച് ആദ്യവാഴ്ച ധ്യാനത്തിൽ കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് മാനസാന്തരപ്പെട്ടോ ഇല്ലേ എന്ന് അറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് യോജിച്ച ഫലം. അപ്പം ഫലമല്ല പ്രശ്നം, യോജിച്ച ഫലമാണ് പ്രശ്നം. മാനസാന്തരം യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ധ്യാനത്തിൽ ഈശോ പറയുന്നതിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പം മുന്തിരിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം മുൾച്ചെടിയായിട്ട് തുടരണം, അതുപോലെ തന്നെ ഞെരിഞ്ഞിലായിട്ട് തുടരണമെന്നാണ്. അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കണത്. അതായത് മുൾച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം, ഞെരിഞ്ഞിൻ്റെ സ്വഭാവം മാറണം. 7:16 ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. പക്ഷെ ചീത്ത വൃക്ഷം ചീത്ത ഫലം നൽകുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാൽ മതിയോ? അതാണ് വിഷയം. പക്ഷെ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുള്ള് കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ള് കായ്ക്കാതിരിക്കട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. അപ്പൊ ഇതാണ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ്. പക്ഷെ ആ മോഷ്ടാവ് ദൈവത്തിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പോയി അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യത്തിനും അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ആവശ്യത്തിനും കൂടി സഹായിക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാകണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമാണ്. അപ്പം ഈ മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ്. പക്ഷേ മുൾച്ചെടിയായിട്ട് തുടരാൻ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മോഷ്ടാവിനുമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞെരിഞ്ഞിലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മകൾ, അവൾക്ക് 10-20 വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ പുതിയ നിയമം വന്നു. BSc നഴ്സിംഗ് കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളവർ തിരിച്ചു പോകണമെന്ന്. അങ്ങനെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ആ കാര്യവും നിയോഗത്തിൽ വെച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് 6 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയെന്ന്. അങ്ങനെ കഴിയുകയായിരുന്നു. ആ 6 മാസം ഈ ജൂലൈ
8-നോ 10-നോ തീരും. അപ്പോൾ അതിനുശേഷം വീണ്ടും അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ BSc നഴ്സിങ്ങിന് പ്രൈവറ്റായി ചേർന്നിരുന്നു. വീണ്ടും ആ ഹോസ്പിറ്റൽ അധികാരികൾ വിളിച്ചു പറഞ്ഞു അവളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെടുത്തതായിട്ട്. അങ്ങനെ ആ ഒരു കാര്യവും അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. മൂന്നാമത്തെ കാര്യമായി ഞാൻ വച്ചിരുന്നത് എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി. അവൻ SSLC പരീക്ഷ ഇന്ന് എഴുതാൻ തുടങ്ങുകയാണ്. അവന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കണമെന്നും പറഞ്ഞ് ഞാൻ വെച്ചിരുന്നു. അതിൻ്റെ സാക്ഷ്യം നമുക്ക് പിന്നാലെ കേൾക്കാം. വീണ്ടും ഞാൻ എൻ്റെ സഹോദരൻ്റെ വേറൊരു മരുമകൾക്ക് വേണ്ടി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പ്രയറിന് വേണ്ടി കുന്നുമ്മൽ മഠത്തിൽ പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഒക്ടോബർ 4-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചിട്ടില്ല, വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രയർ തീർന്ന് ഞാൻ പോകുന്നതിന് മുൻപ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. ഞാൻ ഇവിടെ രാവിലെ പ്രയറിനായിട്ട് വരും, അത് ഇവിടെ വെച്ച് തന്നെ എനിക്ക് അറിഞ്ഞേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അടയാളം തരണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ പ്രയർ പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരത്തുള്ള എൻ്റെ കോൺവെൻറ്റിൽ നിന്നും ഞാൻ വേഗം തിരിച്ചങ്ങോട്ട് ചെല്ലണമെന്ന് വിളിച്ചു പറഞ്ഞ എൻ്റെ പ്രകാരം ഞാൻ ഡിസംബർ 30-ാം തീയതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ഞാൻ പറഞ്ഞത് ജാനുവരി 8 മുൻപ് എനിക്ക് അടയാളം തരണമെന്നായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു പോയി. ജാനുവരി 8 ആയപ്പോൾ അന്ന് ഞങ്ങൾക്ക് 3 മണിക്കൂർ നേരത്തെ ആരാധന എല്ലാ ദിവസവും 3 മണിക്കുണ്ട്. ആ ആരാധനയ്ക്ക് ബെല്ലടിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലിൽ കയറിയ ഉടനെ എൻ്റെ ഫോൺ അടിച്ച് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു, ആ മകൾക്ക്, ജോസി മോളെന്നാണ് അവളുടെ പേര്, ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും, അതിനുള്ള റിസൾട്ട് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇതുകൂടാതെ എനിക്ക് വ്യക്തിപരമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. പക്ഷേ എന്നാലും കൊന്ത ചൊല്ലുമ്പോഴൊക്കെ വേണ്ടതായ ഭക്തിയും തീഷ്ണതയും ഇല്ലാതെയൊക്കെ ഞാൻ കൊന്ത ചൊല്ലുകയും ഒത്തിരി കൊന്തയൊന്നും ചൊല്ലുന്ന ഒരു സ്വഭാവവും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി കൂടുതൽ സമയം കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും വചനവായനയിലും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. ഈശോയും മാതാവും എപ്പോഴും നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാത്തിനും ദൈവത്തിനും ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് റോസ്ലി മാത്യു. ഞങ്ങൾ 2016 ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു. അത് കൊടുത്ത ഒരാഴ്ചക്കുള്ളിൽ നോട്ട് നിരോധനം വന്നു. തുടർന്ന് ആ വീട് വാങ്ങിക്കാൻ സാധിക്കാതെ പോയി. ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ ഓണറുടെ അടുത്ത് പറഞ്ഞു. പൈസ തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആ പൈസ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കത് ഒരു കാരണവശാലും നിങ്ങളുടെ കാശ് തിരിച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ ടെൻഷനിലായിരുന്നു. 2019 ഞങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പത്രിക കിട്ടി ഞങ്ങൾക്ക്, മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പത്രിക. അത് വായിച്ച് അതനുസരിച്ച് ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി. അതിനുശേഷം ഞങ്ങൾ 8 വർഷമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം താമസിയാതെ തന്നെ ആ വീട് നല്ല വിലയ്ക്ക് വെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വേറൊരു പുതിയ വീട് വാങ്ങിക്കാനും ദൈവം കൃപ തന്നു. പിന്നെ ഇവിടെ നിന്ന് വന്ന് ധ്യാനം കൂടി പോയതിന് ശേഷം എൻ്റെ കാലിലുണ്ടായിരുന്ന 6 മാസം പഴക്കമുള്ള
ഒരു വട്ടച്ചോറി പോലെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് മാറിപ്പോവുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന നീരും വേദനയും ഒക്കെ മാതാവിൻ്റെ ഓയിൽ പുരട്ടി അത് ഒരു രാത്രി കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി. പിറ്റേ ദിവസം തൊട്ട് പള്ളിയിലേക്ക് പോകാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് മേരി ജോസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവിന് പ്രോസ്ട്രേറ്റിൻ്റെ രോഗം തുടങ്ങിയിട്ട് 2004 മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും പിന്നെ അതിൻ്റെ ഒരു ടെസ്റ്റ് PSA എന്നൊരു ടെസ്റ്റും ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2018 PSA കണ്ടമാനം കൂടുകയും അന്ന് ഡോക്ടർ ഒരു ബയോപ്സി എടുത്ത് നോക്കണമെന്ന് പറയുകയും ചെയ്തു. ദൈവകൃപയാൽ അന്ന് ബയോപ്സി നോർമലായിരുന്നു. ഞങ്ങൾ പിന്നെയും ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ PSA ഭയങ്കരമായിട്ട് കൂടുകയും ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്താൽ ഡോക്ടറിന് ഒരു സംശയം തോന്നിയതിൻ്റെ പേരിൽ രണ്ടാമതും ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ബയോപ്സിക്ക് 12 സാമ്പിളാണ് എടുത്തിരുന്നത്. അതിൽ 10 സാമ്പിളും നോർമലായി വന്നെങ്കിലും 2 സാമ്പിളിൽ ക്യാൻസർ ഉണ്ടോ എന്നൊരു സംശയം അവർ പറഞ്ഞു. സംശയമായതുകൊണ്ട് ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിലൂടെയും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ സാമ്പിളും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ബയോപ്സിക്ക് കൊടുത്തു. ഞാൻ എന്നും മാതാവിനോട് 5:30 മണിക്ക് എഴുന്നേറ്റ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെല്ലുമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ട് മധ്യസ്ഥാപിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടും പോസിറ്റീവ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര നിരാശയുമൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം നമ്മൾക്ക് വേണ്ടി ഓരോന്ന് കരുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ആ ബയോപ്സി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സമാധാനമായി വീട്ടിൽ പോകുമായിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന ക്യാൻസർ വലുതായി പിന്നീട് വന്ന് ബയോപ്സി ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് പടരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മുടെ പദ്ധതിയല്ല, ദൈവം നമ്മൾക്ക് കരുതിച്ച പദ്ധതി അതിനേലും വലുതാണ്. മാതാവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചാൽ ദൈവത്തിന് നമ്മളെ കൈവിടാൻ സാധിക്കില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങളൊരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്തു. അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്, ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും, പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു നിർണായകമായ ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കാരണം 3-4 ദിവസം പിടിക്കുമായിരുന്നു റിപ്പോർട്ട് വരാനായിട്ട്. മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്നു പോയതിന് ശേഷം എല്ലാ ദിവസവും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ എഴുന്നേറ്റ് 5:30 ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ കൂടുമായിരുന്നു. ഞങ്ങൾ കണ്ണീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പെറ്റ് സ്കാൻ റിപ്പോർട്ട് കുഴപ്പമില്ല, വേറെ എങ്ങും പടർന്നിട്ടില്ല എന്നുള്ള നല്ല വാർത്ത ഞങ്ങൾക്ക് കിട്ടി. ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാത്രം മതി, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. അതിനിടയിൽ പല തടസ്സങ്ങളൊക്കെ വന്നു, കൊറോണ വരികയും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു. ഇതിനിടെ ഞങ്ങളുടെ മക്കൾ പുറത്താണ്. ഈ സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്താൽ ഞങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ വരാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനും ഈ വിഷമഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവാദവും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് ചെയ്ത അനുഗ്രഹവും ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അന്ന് വിശ്വസിച്ചിരുന്നത് മാതാവ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും, ദൈവമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, കർത്താവ് അതിൻ്റെ ഡോക്ടർ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. അങ്ങനെ മാതാവും ദൈവം കൂടി എല്ലാ ക്യാൻസർ സെൽസും ബോഡിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഓപ്പറേഷൻ ഒരു നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു. 6-7 മണിക്കൂറുണ്ടായിരുന്നു ഓപ്പറേഷൻ. അതിന് റൂമിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ എടുത്ത ഗ്ലാൻഡ് ബയോപ്സിക്ക് അയക്കും എന്ന് പറഞ്ഞു. അത് നോർമലായി വരണം, എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ട്യൂബെല്ലാം ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 10 ദിവസം കഴിഞ്ഞാൽ റിപ്പോർട്ടും വരികയുള്ളൂ. അപ്പോൾ വന്ന് ട്യൂബ് മാറ്റണമെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി ഈ ദിവസങ്ങളെല്ലാം മാതാവിനോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ റിപ്പോർട്ട് നോർമലാക്കി തരണമെന്ന്. അങ്ങനെ ചെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലായിരുന്നു. 1 മാസം കഴിഞ്ഞ് PSA കൗണ്ട് 0.01 താഴെ വരണമെന്ന് പറഞ്ഞു. അതും റിപ്പോർട്ടും 0.05 ആക്കി മാതാവ് കുറച്ചു. ഇതിനർത്ഥം നമ്മൾ കരഞ്ഞു അപേക്ഷിച്ചാൽ ഒരു അമ്മയ്ക്ക് മക്കളുടെ കണ്ണീര് കാണാൻ സാധിക്കില്ല. നമ്മുടെ അമ്മ നമ്മൾ ഒരിക്കലും കൈവിടില്ല. തടസ്സങ്ങളും സഹനങ്ങളും തന്നാലും മാതാവിനോട് കണ്ണീരോട് അപേക്ഷിച്ചാൽ മാതാവ് നമ്മളെ കൈവിടുകയില്ല. ഈ അത്ഭുതം മൂലം ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും മാതാവിനോട് കൂടുതൽ അടുപ്പമാവാനും പല ആൾക്കാരും കൃപാസനത്തിൽ പ്രെയർ ഇവിടെ വന്നു പ്രാർത്ഥിക്കാനുമൊക്കെ ഇടയേണ്ടതുണ്ട്. ഞങ്ങളുടെ ഈ സാക്ഷ്യം
ഈ ഓപ്പറേഷൻ വേറൊരു അത്ഭുതം ദൈവം ചെയ്തു തന്നത്, ഈ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും യൂറിൻ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പാമ്പർ എല്ലാം മേടിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷേ ദൈവകൃപ കൊണ്ട് ഒരു ദിവസം പോലും ആ പാമ്പർ ഉപയോഗിക്കേണ്ട ആവശ്യം എൻ്റെ ഭർത്താവിന് വന്നില്ല. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തതിനും 100,000 കോടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അനീറ്റ എന്നാണ്. ഞാൻ കാണക്കാരി ഏറ്റുമാനു എന്നാണ് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. പല സ്ഥലത്ത് ഞങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നിട്ട് ഞങ്ങൾക്കൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2019 ജൂലൈ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഒക്ടോബർ 2019 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. മെയ് 4 2020 ആയപ്പം ദൈവമാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കോവിഡ് കാലമൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിൽ ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി എനിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രാജസ്ഥാനിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. ആ വീട് മമ്മി റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞിട്ടും ആ വീട് വിൽക്കാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ ആരും നല്ല വില തരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് മമ്മി ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മമ്മിയുടെ സെപ്റ്റംബർ 2020 മമ്മി റിട്ടയർമെൻ്റ് ആകുകയും ഡിസംബർ മാസം ഞങ്ങളുടെ വീട് നല്ല വിലയ്ക്ക് ഞങ്ങൾ വിൽക്കാൻ മാതാവ് ഇടവരുത്തി. അങ്ങനെ ഞങ്ങൾക്കിപ്പം നാട്ടിലും ഒരു വീട് പണിയാൻ അമ്മ മാതാവ് സഹായിച്ചു. അതിനാൽ അമ്മ മാതാവിന് 1000 നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഫിലോമിന ജോസ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാണിക്യമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, എനിക്ക് 10-30 വർഷമായിട്ട് ഭയങ്കര ഒരു തലവേദന ഉണ്ടായിരുന്നു. ആ തലവേദന ഇവിടെ ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന തലവേദന എനിക്ക് മാറിക്കിട്ടി. ഞാൻ പോകാത്ത ആസ്പത്രികളോ സ്ഥലങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 6 നിയോഗങ്ങളിൽ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ 10-16 വർഷമായിട്ട് ഭാഗാധാരം നടക്കാതെ ഇങ്ങനെ കിടക്കായിരുന്നു. അതുവഴി അവരുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വൈരാഗ്യവും വഴക്കുമൊക്കെ ആയിരുന്നു. ഞാൻ ആ നിയോഗം വെച്ചു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് എൻ്റെ മരുമകനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ സ്ഥലത്തോടൊപ്പം വരുന്ന സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് നിങ്ങളുടെ സ്ഥലത്ത് ഇടാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഇട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ഭാഗാധാരം നടന്നു. അതുപോലെ തന്നെ എൻ്റെ മകള് മാൾട്ടയിൽ ജോലി ചെയ്യുന്നു. ഈ കൊറോണയും ഇതൊക്കെ വന്നതുകൊണ്ട് വീട്ടിലേക്ക് വരാനോ എടുക്കാനോ പറ്റുന്ന 2 കുട്ടികളുണ്ട്. അങ്ങനെ വരാതെയൊക്കെ ആയപ്പോഴത്തേക്കും മരുമകന് ഭയങ്കര സംശയമായി. അവളെ വിളിക്കാറില്ല, പറയാറില്ല. ഭയങ്കര ഇതായി. ലാസ്റ്റ് ചുരുക്കി പറയാണ്, ഡൈവോഴ്സിൻ്റെ വക്ക് വരെ എത്തി. 3 പ്രാവശ്യം ഞങ്ങളെ വിളിച്ച് അവൻ പറഞ്ഞു, ഞാൻ ഡൈവോഴ്സിന് തയ്യാറാണ്, ഞാൻ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഞങ്ങളോട് പറയണ്ട, നിങ്ങൾ 2 പേരും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്താൽ മതി, പറയണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവൻ കാര്യമായിട്ടുള്ള പറയണേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ കെട്ടിച്ച് വിട്ട ഇടവകയിൽ നമുക്ക് അച്ഛനോട് ചെന്ന് പറയാം. നമ്മൾ പള്ളിയിലും പട്ടക്കാരൊക്കെ അറിഞ്ഞ് നമ്മൾ കെട്ടിച്ച് വിട്ടാണല്ലോ, അപ്പം നമുക്ക് പള്ളിയിൽ ചെന്ന് അച്ഛനോട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ ചെന്ന് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു. അച്ഛനോട് പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ കഴിഞ്ഞു. 2 കൊച്ചുങ്ങൾ എൻ്റെ അടുത്ത്, ഞാനും ഈ 2 കൊച്ചുങ്ങളും മാത്രം. ഇവൻ കൊച്ചുങ്ങളെ കാണാൻ വരെയോ സംസാരിക്കുകയോ ഇവളായിട്ട് സംസാരിക്കുകയോ ഫോൺ ചെയ്താൽ പോലും ഇവൻ എടുക്കില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ലാസ്റ്റ് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ജനുവരി 13-ാം തീയതി, അന്ന് അവളുടെ ബർത്ത്ഡേയും കൂടിയാണ്, രാത്രി ഇവൻ തന്നെ വിളിച്ച് അവളോട് മാപ്പ് പറഞ്ഞ്, എൻ്റെ പേര് തന്നെയാണ് തെറ്റ്, എൻ്റെ പേരിലൊന്ന് തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ അവളിപ്പോൾ സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾ യു കെയിലേക്ക് പോകാനായിട്ട് ഒരു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. അവൾ മാൾട്ടയിൽ ഇപ്പോൾ ജോലി ചെയ്യാണ്. ആ അപേക്ഷ കൊടുക്കണ സമയത്ത്
UK എന്ന് എഴുതുന്നതിന് പകരം മാൾട്ട എന്ന് തന്നെ എഴുതിപ്പോയി. അങ്ങനെ ആ ഒരു പെശക് വന്നതുകൊണ്ട് കൊന്നു. അതും അവിടെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അത് അറിയണത്. അങ്ങനെ വന്ന് 30 ദിവസം കഴിഞ്ഞു. ഉടനെ ആ മാസം 24-ാം തീയതി തന്നെ അവൾക്ക് ഇൻ്റർവ്യൂ ആണ്. ഇത് യാതൊരു നിവൃത്തിയില്ല. അപ്പം അല്ല, ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി അമ്മച്ചി, ഇനി എന്താ ചെയ്യണേന്ന് പറഞ്ഞു. ലാസ്റ്റ് അവൾ പറഞ്ഞു, അമ്മ ആരെങ്കിലും രാഷ്ട്രീയക്കാരെ ആരെങ്കിലും ഡാഡി ഇവിടെ ഭർത്താവിനാണെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു രാഷ്ട്രീയക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്ന് എഴുതി കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വന്ന് അവിടെ നിന്ന് 33 പ്രാവശ്യം ഞാൻ